അപ്പോൾ പുതിയൊരു പരീക്ഷണമായിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ പരീക്ഷണം എന്താ കാണിച്ചു തരാം. ഇൻസ്റ്റൻറ്റ് ഗുലാബ് ജാമുൻ. ഇന്ന് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ ഇതൊരു പാത്രം എടുത്തിട്ട് ഈ മാവ് ഇൻസ്റ്റൻറ്റ് ഇത് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനപ്പോൾ ഇത് കുറച്ച് പാൽ കൊണ്ടാണ് കുഴയ്ക്കാൻ പോകുന്നത്. അത്ര ഒരു മാവിൻ്റെ ഒരു ചപ്പാത്തി മാവൊക്കെ പോലെ ഒരു പരുവാക്കി എടുക്കാനാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേശ്ശെ പാലൊഴിച്ച് കൊടുത്തിട്ട് കുറേശ്ശെയായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അത് ഒരുപാട് ലൂസായി പോകട്ടെ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ അതിൻ്റെ മാവ് സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്കിതെല്ലാം ഓരോ ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. അതിന് മുന്നേ ഞാനിത് ഒരു ഗ്ലാസ് പഞ്ചസാര, ഒരു ഗ്ലാസ് വെള്ളം അങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ സെറ്റാവട്ടെ. അതിലൊരു ഏലക്കായ്, ഞാനൊരു ഏലക്കായ്, ഒന്നല്ല 2 ഏലക്കായ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് വാട്ടറൊക്കെ ഒഴിക്കാം കേട്ടോ. ഇവിടെ റോസ് വാട്ടർ ഇല്ല. അപ്പോൾ നമ്മൾ മൊത്തം ഉരുളകളൊക്കെ ആയിട്ടുണ്ട്. ഇനി ഒരു ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് അതിലോട്ട് ഈ ഉരുളയൊക്കെ ഇട്ടിട്ട് നമുക്ക് വറുത്ത് കോരാം. ചെറിയ ചെറിയ ഉരുളകളാണ്, പക്ഷേ എണ്ണയിലിട്ടപ്പോൾ അത് നല്ലോണം വീർത്തുവിട്ട്. ഞാനത് ആദ്യമായിട്ടാണ് ഇൻസ്റ്റൻറ്റ് ഗുലാബ് ജാമൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. നേരത്തെ ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഒറിജിനൽ ഇതിൻ്റെ പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ വറുത്ത് കോരിയത് നേരെ പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിലോട്ട് ഇട്ട് കൊടുക്കുക. പഞ്ചസാര സിറപ്പ് നമ്മൾ ഇങ്ങനെ കൈ കൊണ്ടാക്കുമ്പോൾ ഒരു നൂൽ പരുവൊക്കെ ആകുന്ന അത്രയും മതി കേട്ടോ. എന്നിട്ട് അത് മൊത്തം ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സിറപ്പൊക്കെ ഈ ഗുലാബ് ജാമുനിലേക്ക് ഇറങ്ങും. എന്നിട്ട് അത് അങ്ങനെ സെറ്റായിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് കഴിക്കാം. 20 മിനിറ്റ് ആകുമ്പോഴേക്കും ആ സിറപ്പ് മൊത്തം അത് വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഗുലാബ് ജാമുൻ വലിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നല്ല സൂപ്പറാണ് കേട്ടോ. ഞാൻ വെറുതെ പറയില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. കറക്റ്റ് ഗുലാബ് ജാമുൻ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.